നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 486 486. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 486. കഴിഞ്ഞ എപ്പിസോഡിൽ ഇക്ഷ്വാകു വംശ സംക്ഷേപം സർഗം 226 അവസാനത്തെ ശ്ലോകം 15. ഒരുവിധം മുര ചെയ്തേൻ ഞാൻ ഇക്ഷ്വാകു നൃപാല വംശ സംക്ഷേപം, കലിയിൽ നശിച്ചിടലും ഇത് വീണ്ടും വിലസും കൃതം തുടർന്നീടിൽ. അതായത് ഈ കലിയുഗം കഴിഞ്ഞാൽ പിന്നെ കൃതയുഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ത്രേതായുഗം കഴിഞ്ഞാൽ പിന്നെ ദ്വാപരയുഗം കഴിഞ്ഞാൽ പിന്നെ കലിയുഗം. അപ്പോൾ കലിയുഗം കഴിഞ്ഞാൽ പിന്നെയും കൃതായുഗം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി നമ്മൾക്ക് 227 സർഗം നിമിവംശം. എന്താ അത്? ഒന്നാമത്തെ ശ്ലോകം പറഞ്ഞു, ഇക്ഷ്വാകുപുത്രൻ നിമിച്ചെന്ന് ഋത്തിക്കായി വസിഷ്ഠനെ വരിക്കെ ഓതിനാൻ മുന്നിൽ ഇന്ദ്രനോടേറ്റുപോയി ഞാൻ. അതായത് ഒരു ടിക്ലി ശിശു ഒരു രാജഗുരുവിനെ ഇവിടെ പറയാണ്, എനിക്ക് ഒരു യജ്ഞം ചെയ്യണം, അങ്ങ് അത് നടത്തി തരണം. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഈ ഷെഡ്യൂളിൽ വേറൊരു യജ്ഞം ചെയ്യാനായിട്ട് കഴിഞ്ഞു. അത് കാരണം ഞാൻ വരണ വരെ വെയിറ്റ് ചെയ്യാൻ നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഇക്ഷ്വാകുപുത്രൻ നിമിച്ചെന്ന് ഋത്തിക്കായി വസിഷ്ഠനെ വരിക്കെ ഓതിനാൻ മുന്നിൽ ഇന്ദ്രനോടേറ്റുപോയി ഞാൻ. ഇന്ദ്രനൊരു യാഗം ചെയ്യാൻ ഞാൻ ഋത്തിക്കാവാന്ന് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് തൻ്റെ കാര്യത്തിന് പറ്റില്ല എന്ന ഇക്ഷ്വാകുവിൻ്റെ പുത്രൻ നിമിയോട് വസിഷ്ഠൻ പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകം, കഴിഞ്ഞാലുടനെ തീടാം അന്നോളം കാത്തിരിക്കണം. ഞാൻ ഇന്ദ്രൻ്റെ യജ്ഞം പൂർണ്ണമാക്കിയിട്ട് ഞാൻ വരാം, അതുവരെ താൻ വെയിറ്റ് ചെയ്യൂ എന്നെ പറഞ്ഞത്. കഴിഞ്ഞാലുടൻ എത്തിയിടാം അന്നോളം കാത്തിരിക്കണം. നിമി മിണ്ടാകെ ആചാരനിയോഗം നടത്തിനാൻ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ഒരാൾ വേറൊന്ന് ഏറ്റു, അത് കഴിഞ്ഞ് വരണവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് സമ്മതം ഉണ്ടായില്ല. ഇയാൾ വേറെ ആളെ കൊണ്ട് കാര്യം നടത്തി ഋത്വിക്കായിട്ട്. അതാണ് കഴിഞ്ഞാലുടനെ തീടാമെന്നോളം കാത്തിരിക്കണം. നിമി മിണ്ടായകെ ആചാര്യൻ ഇന്ദ്രയാഗം നടത്തിനാൻ. ജീവിതം സ്ഥിരമല്ലെന്നോർത്താരംഭിച്ചാൻ മഖം നിഭി. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ്, ജീവിതം സ്ഥിരമല്ല. നമ്മളൊക്കെ ജനിച്ചവരൊക്കെ മരിക്കും. അപ്പോൾ ബുദ്ധിമാന്മാർ എന്ത് ചെയ്യണം? ഇനി ജനിക്കാതെ കണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. കാരണം എങ്ങനെയാണ് ജനന മരണങ്ങൾ സംഭവിക്കുന്നത്? കാമനകൾ അവശേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി ജന്മെടുക്കേണ്ടി വരും. അപ്പോൾ ഹൃദയഗ്രന്ഥി വിഭേദിനി എന്ന് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്. മായാഭഗവതിയോട് പ്രാർത്ഥിക്കണം, എനിക്ക് മായയിൽ കുടുങ്ങരുതേ, ഞാൻ മായയിൽ കുടുങ്ങാതെ കണ്ടിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്നാ പറയണതേ. അത് വിഷ്ണു സഹസ്രനാമത്തിലാണെങ്കിലും ശരി, ഭഗവാൻ വിഷ്ണുവിനോട് പറയണം, ജനന മരണമാകുന്ന കാലചക്രപ്രവാഹത്തിൻ്റെ ഭ്രമണത്തിൽപ്പെട്ട് ഉഴലാതെ കണ്ടിരിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കാരണം ഈ ഗർഭവാസവും മരണവും അത്ര സുഖമുള്ള ഏർപ്പാടല്ല, പെയിൻഫുള്ളാണ്.
അപ്പം നിങ്ങൾ തന്നെ 7 ജന്മം എൻ്റെ ഭാര്യ ആവണം, ഭർത്താവ് ആവണം എന്നൊക്കെ ബുദ്ധി ഇല്ലാണ്ടാണ് നമ്മൾ പറഞ്ഞത്. ബുദ്ധി ഇല്ലല്ലോ നമുക്ക്. അപ്പം എന്താ, ഈശ്വരോപാസനയിൽ കൂടി ജനന മരണമാകുന്ന സംസാരത്തിൻ്റെ നിയോഗത്തെ മാറ്റിമറിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. സദാസേവ്യ ഭാഗവതം സദാ സേവ ചെയ്യണം. അതുകൊണ്ടാണ് വൈകാതണഞ്ഞുമാമട്ടിൽ അവമാനിച്ച ശിഷ്യനെ ശപിച്ചാൻ ഗുരു. അപ്പോൾ ഈ ഇക്ഷ്വാകുപുത്രൻ നിമീനെ വസിഷ്ഠൻ ശപിച്ചു. ഞാൻ ഇന്ദ്രൻ്റെ യാഗം കഴിഞ്ഞ് വന്നിട്ട് യാഗം നടത്തി തരാമെന്നല്ലേ പറഞ്ഞത്. അത് തനിക്ക് കേട്ടൂടെ? കേൾക്കണേൻ്റെ മുമ്പ് താൻ വേറൊരാളെ കൊണ്ട് യജ്ഞം നടത്തി. അതിലെനിക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ശപിക്കുന്നു. അതാണ് വൈകാതണഞ്ഞു ആ മട്ടിൽ അവമാനിച്ച ശിഷ്യനെ ശപിച്ചാൻ ഗുരു. വിജ്ഞാഭിമാനി തന്നുടൽ വീഴുവാൻ. വിജ്ഞാനി, ഞാൻ കേമനാണ് എന്നുള്ള താല്പര്യം കൊണ്ട് ആ വിജ്ഞാഭിമാനി തന്നുടൽ വീഴുവാൻ എന്ന് പറഞ്ഞാൽ മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ലോഭം മൂലം ധർമ്മമോർക്കായകയാൽ അങ്ങേക്കും ഈ വിധം ശരീരം വീണു പോം എന്ന് ശപിച്ചാൻ പകരം നിമി. എന്നാൽ നിമിയുടെ ശരീരം വീഴട്ടെ എന്ന് പറഞ്ഞു, വസിഷ്ഠൻ ശപിച്ചു. എന്നാൽ അദ്ദേഹത്തിനും ഉണ്ടാണ്ടിരുന്നാൽ മതി. നിമി ഇങ്ങോട്ടും ശപിച്ചു, തൻ്റെ അങ്ങയുടെയും ശരീരം വീഴട്ടെ. ശാപം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ എന്താ ഉണ്ടാവുക? നമ്മുടെ പോസിറ്റീവ് എനർജി ഇല്ലാണ്ടാവും. അതാണോ നമുക്ക് ആവശ്യം? പോസിറ്റീവ് എനർജി കൂട്ടുക, അതിന് സത്കർമ്മങ്ങൾ ചെയ്യുക, പിന്നെ മറ്റുള്ളവരുടെ ദോഷം കണ്ടുപിടിക്കാതെ കണ്ടിരിക്കുക. എന്നാൽ ജയിച്ചു. കാമക്രോധ മത മത്സര ലോഭ ഭയ, അതിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പം ഇവിടെ പറഞ്ഞു, ലോഭം മൂലം ധർമ്മമോർക്കാകയാൽ അങ്ങേക്കും ഈ വിധം ശരീരം വീണു പോമെന്നു ശപിച്ചാൻ പകരം നിമി. ആത്മാജ്ഞൻ നിമിതൻ ദേഹം വെടിഞ്ഞാൻ. ആത്മാജ്ഞൻ, ആത്മാവിനെ പറ്റി അറിവുള്ളവൻ. നിമി ദേഹം വെടിഞ്ഞാൻ. പ്രപിതാമഹൻ ജനിച്ചാൻ അങ്ങ് കുറുവശിയിൽ മിത്രാഭരണപുത്രനായി. പ്രപിതാമഹൻ വസിഷ്ഠൻ ആരായിട്ട് ജനിച്ചു? ഉർവശിയിൽ ജനിച്ചാനങ്ങ് ഉർവശിയിൽ മിത്രാവരുണപുത്രനായി. നിമിദേഹം ഗന്ധവസ്തുക്കളിൽ വെച്ചു മഹർഷികൾ സത്രം മുഴുത്തു ദേവന്മാരോടതിനുയിരേകുവാൻ. നിമിയുടെ ശരീരത്തിന് ജീവൻ കൊടുക്കാൻ വേണ്ടി ദേവന്മാരോട് അഭ്യർത്ഥിച്ചു. ആം എങ്കിലെന്നപേക്ഷിച്ചാരവരാം എന്നരുളിയിടവേ. ഓക്കെ, ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു അവരെ. പക്ഷേ ഉടൻ വേണ്ട ദേഹബന്ധം എന്നോദിനാൻ നിമി. അതിൽ നിമിക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കണം. വേണ്ട, എനിക്കിനി ശരീരം വേണ്ട, എനിക്കിനി ശരീരം വേണ്ട. ശരീരം അനാത്മവസ്തുവാണ്. ഈ ശരീരത്തിന് ഗുണം എപ്പോഴേ ഉള്ളൂ? ആത്മാവ് വസിക്കുമ്പോൾ. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് നിർഗമിച്ചാൽ ഈ ശരീരം എന്തായി? ശവായി. ആർക്കും ആവശ്യമില്ല. അതുവരെ അച്ഛന് അധികാരപ്പെട്ടതാണ്, അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്, മക്കൾക്ക് തലയിലിരുന്ന് നിരങ്ങാം, അല്ലേ, ഭാര്യയ്ക്ക് അധിക്ഷേപിക്കാം. പക്ഷെ ജീവൻ പോയാൽ ആർക്കും വേണ്ട, എത്ര നല്ലവനാണെങ്കിലും ശരി. അതുകൊണ്ടാണ് പുനരഭി ജനനം, പുനരഭി മരണം വേണ്ടാത്ത അവസ്ഥയെ നമ്മൾ പ്രാപിക്കണം എന്ന് പറയാൻ കാരണം. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? ആം എങ്കിൽ എന്നപേക്ഷിച്ചാരാവാമെന്നരുളിയിടവേ ഉടൻ വേണ്ട ദേഹം ബന്ധമെന്നോദിനാൻ നിമി. പിന്നെന്താ പറഞ്ഞത്? എന്നെന്നും ഓരോ ദുഃഖങ്ങളേകും നശ്വരം ഈ വക. ഈ ശരീരം എന്നെന്നും ഓരോ ദുഃഖങ്ങളേകും. ശരിയല്ലേ? കുട്ടിക്കാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കൊതുക് കടിച്ചാൽ കരയാന്നല്ലാണ്ട് എന്തിനാ കരയണതെന്ന് കൂടി പറയാൻ വയ്യ. വിശന്നിട്ടാണോ, കൊതുക് കടിച്ചിട്ടാണോ, വയറ് വേദനിച്ചിട്ടാണോ പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പഠിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം വീഴണം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് മരിക്കണ വരെ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ജനിക്കാണ്ടിരിക്കണം. മരിക്കാതെ കണ്ടിരിക്കണമെങ്കിൽ ജനിക്കാതെ കണ്ടിരിക്കണം.
ജനിക്കാതെ കണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ആഗ്രഹാഭിലാഷങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സാധിക്കണം. ഇനഫ് എന്ന് പറയാൻ സാധിക്കണം. അതുകൊണ്ടാണ് എന്നെന്നും ഓരോ ദുഃഖങ്ങളേകം നശ്വരം ഈ വക നാശമാണ്. അനശ്വരമായിട്ട് തോന്നും. അനശ്വരം ആത്മാവ് മാത്രമേ ഉള്ളൂ. സർവവും വിട്ടു ഭഗവത് ശരണാം ഭോജസേവൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം വിട്ടിട്ട് ഭഗവാന്റെ തിരുവാദ പത്മങ്ങളെ നമ്മൾ സേവ ചെയ്യണം. അതുകൊണ്ടാണ് ശരണാംബോജസേവനം ചെയ്യുകയാണ് മുനീന്ദ്രന്മാർ. അതൊന്നാണ് ആഗ്രഹിപ്പൂ ഞാൻ. നിമി പറയാണ്, എനിക്ക് ഋഷീശ്വരന്മാരെ പോലെ അങ്ങയെ മനസ്സിൽ വെച്ച് ആരാധിക്കാൻ സാധിച്ചാൽ മതി. ദേഹാഭിമാനികൾക്കെന്നും ശോകമോഹാദി തീർച്ചയാം. ദേഹാഭിമാനമുള്ളവർക്ക് ആത്മീയ ശാന്തി ഇല്ലാണ്ട് ശരീരമാണ് ഞാനെന്ന് വിചാരിക്കുക. ശോകമോഹാദി തീർച്ചയാം. വെള്ളത്തിലും ദുഃഖകാരണങ്ങൾ മത്സ്യത്തിനെത്രയാം. മത്സ്യം നമ്മൾ വിചാരിക്കും മത്സ്യം സുഖമാണുള്ള ജലത്തിലല്ല, അതിനും വിഷമമുണ്ട്. പ്രാണി നേത്രങ്ങളിൽ വിദേഹനായി ജീവിക്കും ഈ മഹാൻ. അപ്പം നിമി പറഞ്ഞു, എനിക്ക് ജീവജാലങ്ങളുടെ കണ്ണിൽ ഇമ വെട്ടുക. പ്രാണി നേത്രങ്ങളിൽ വിദേഹനായി ദേഹമില്ലാതെ കണ്ട് ജീവിക്കും ഈ മഹാൻ. ഈ നമ്മൾക്ക് ഈ കൺപോളുകൾ ചിമ്മാൻ സാധിക്കുന്നത് നേമിയാണ് അതിലിരിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ദേവന്മാർക്ക് കണ്ണ് ഉന്മീലനം ചെയ്യുക, കണ്ണ് തുറക്കുക, പിന്നെ അടയ്ക്കണ പരിപാടിയില്ല. അപ്പം ഇതൊക്കെ വേദാന്ത സത്യങ്ങളാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇമച്ചുമിഴിയിൽ കാണാം അസംഗൻ ചൊല്ലി ദേവകൾ അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ അഭിലാഷം നടക്കട്ടെ, നമുക്ക് അങ്ങനെ അദ്ദേഹത്തിന് വരം കൊടുക്കാം. ഇമച്ചുമിഴിയിൽ കാണാം അസംഗൻ, ഒന്നിനോടും സംഘമില്ലാണ്ട്. കണ്ണിന് സംഘം ഉണ്ടോ? ഇല്ല. അപ്പോൾ രാജാവില്ലാകയാൽ ആപത്താണെന്നു കണ്ടു മഹർഷികൾ ദേഹം കടഞ്ഞുണ്ടായുള്ള കുഞ്ഞാം മിഥില തീർത്ഥവൻ. മിഥില ജനകൻ, മിഥിലാധിപൻ, മിഥില തീർത്ഥവൻ. രാജാവില്ലായിൽ ആപത്താണെന്ന് കണ്ടു മഹർഷികൾ ദേഹം കടഞ്ഞുണ്ടായുള്ള കുഞ്ഞാം മിഥില തീർത്ഥവൻ. മഥനം ജന്മവൈചിത്രം വിദേഹത്വം നിമിത്തവും മിഥിലൻ ജനകൻ വേദേഹനെന്നും വിളികൊണ്ടവൻ. അപ്പം അദ്ദേഹത്തിന് വേറെയും പേരുണ്ടായി. എന്തൊക്കെയാ? മഥനം ജന്മവൈചിത്രം വിദേഹത്വം നിമിത്തവും മിഥിലൻ എന്ന പേര്, ജനകൻ എന്ന പേര്, വൈദേഹൻ എന്നും വിളികൊണ്ടവൻ. പിന്നീട് ദാവസു എന്നുള്ള രാജാവ് തൻ മകൻ നന്ദിവർദ്ധനൻ സുകേതു ദേവപവരാതാക്യൻ പിന്നത്തേവൻ ബൃഹദ്രഥൻ. ഹൈറാർക്കിയലായിട്ട് പറഞ്ഞു വരുന്നു. മഹാവീര്യൻ സുധൃതിയും ദൃഷ്ടകേതുവും അങ്ങനെ ഹര്യശ്വൻ മരുഭൂപാലൻ പ്രദീപകൻ അവൻ മകൻ. ആരാ? പിന്നെ കൃതിരഥൻ, ദേവമീഡനും വിശ്രുതാഖ്യനും മഹാധൃതിയവൻ പുത്രൻ കൃതിരാതനവൻ മകൻ. മഹാരോമാവുതൻ പുത്രൻ സ്വർണരോമാവുതൻ മകൻ. തൻ പുത്രൻ ഹംസരോമാവാം, ഹംസത്തിൻ്റെ രോമുള്ള ആള്. അതാണ് പേരുകൊണ്ട്. യജ്ഞാർത്ഥം മുഴുതിടവേ, ഒരു യജ്ഞം നടത്താൻ വേണ്ടി ഭൂമി ഉഴുതുമറിക്കണം. സീരാഗ്രം തട്ടി വീണ്ടേടം സീതയെ കണ്ടെടുക്കയാൽ. അപ്പോൾ സ്വർണ്ണക്കലപ്പ കൊണ്ട് ഈ ഭൂമി ഉഴുതു. അപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഇത് എവിടെ നിന്ന് ഉടക്കി നോക്കുമ്പോൾ എന്താ? ഒരു പാത്രം. അത് അടച്ച പാത്രം. അതിൻ്റെ ഉള്ളിൽ ഒരു കൊട്ടാന്നോ എന്ത് വേണമെങ്കിൽ തീരുമാനിച്ചോളൂ, ഒരു കുട്ടി. അതാണ് സീരാഗ്രം. ഈ പിന്നെ ഉഴുതുമറിക്കുന്ന യന്ത്രം ഉണ്ടല്ലോ, അതിൻ്റെ അഗ്രം തട്ടി വിണ്ടേടം സീതയെ കണ്ടെടുക്കയാൽ. അങ്ങനെയാണ് സീരാഗ്രം സീതയായിട്ട് മാറി.
സീതയെ കണ്ടെടുക്കയാൽ സീരധ്വജാക്യനായി തീർന്ന മഹാഭാഗ്യം എന്നവൻ. സീരധ്വജൻ, കലപ്പ കൊടിയാടയാളമായിട്ടുള്ളവൻ എന്ന പേര് ആ രാജാവിന് കിട്ടി. കുശധ്വജൻ അവൻ പുത്രൻ, ധർമ്മധ്വജൻ അവൻ മകൻ, കൃതധ്വജൻ പിന്നെ മിതധ്വജനും തൻ തനൂജരാം. കൃതധ്വജാത്മജൻ കേശിധ്വജൻ വിജ്ഞാനവാരിധി. അതിലൊരാൾ കൃതധ്വജൻ്റെ മകനായുള്ള കേശിധ്വജൻ, വിജ്ഞാനവാരിധി, അറിവിൻ്റെ ഒരു മഹാസമുദ്രമായിരുന്നു എന്നാണ് പറഞ്ഞത്. മിതധ്വജൻ്റെ തനയൻ കർമ്മതത്വജ്ഞനാകിലും, കർമ്മതത്വജ്ഞനാണെങ്കിലും ഗാന്ധിക്യൻ അവനെ പേടിച്ചെങ്ങോ രാജം വിടഞ്ഞുപോയി. ഗാന്ധിക്യൻ അവനെ പേടിച്ച് രാജ്യം വിട്ടുപോയി. കേശിധ്വജൻ്റെ തനയൻ ഭാനുമാനാണവൻ മകൻ, ശതദ്യുപ്നൻ തൻ മകനാം ശുചിഭൂപതി പിന്നെയാം. സനദ്വാജോർധകേതു കളനുജൻ അനുജനും പുരുജിൻ നൃപൻ, അരിഷ്ടനേമി നൃപനും ശ്രുതായുസ് സുപാർശകൻ, ശ്രുതായുസ് സുപാർശകൻ പിന്നെ ചിത്രരഥൻ, ക്ഷേമർദ്ധിയും ഹേമരഥാക്യനും. തൻ പുത്രനാം സത്യരഥനെന്ന ഭൂപാലവര്യനും പിന്നീടുള്ളോരുപഗുരുവജ്ഞം ഷമ്മുഭഗുപ്തനും വസ്വനന്ധാക്യനാം പിന്നെ യുയുധാനൻ സുഭാഷണൻ, ശ്രുതൻ ജയൻ വിജയനും ധൃതനും ശുനകാഖ്യനും. സുനകാഖ്യനും പിന്നീട് വീതിഹവ്യാഖ്യൻ ധൃതിയും ബഹുളാശനും തന്മകൻ കൃതിയും പിന്നെ മഹാവശിയുമങ്ങിനെ. അവസാനത്തെ ശ്ലോകമാണ് 27. മിഥിലാധിപരാകും ഈ നൃപോത്തമൻ യോഗീശ്വരർത്തൻ പ്രസാദമാം. യോഗീശ്വരന്മാരുടെ പ്രസാദമാണ്. ഗൃഹവാസികളായി ഉള്ളം ഈശ്വരനിൽ തന്നെ വിളങ്ങുവോർകളാം. ഉള്ളം ഈശ്വരനാൽ വിളങ്ങണം. ഗൃഹവാസികളായുള്ളമാണെങ്കിലും ഉള്ളം ഈശ്വരനിൽ തന്നെ വിളങ്ങുവോർകളാം. അവിടെ നിർത്താം. കാരണം ഇത് അവസാനിപ്പിക്കട്ടെ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതികാണ്ഡേ സപ്തവിംശാധികദ്വിശതമസർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ഇനി നമ്മൾക്ക് 228-ാമത്തെ 487-ാമത്തെ എപ്പിസോഡ് ചന്ദ്രവംശവും പൂരൂരവ വംശവും. അതവിടെ നിൽക്കട്ടെ, നാളെ പറയാം. ഇന്ന് ഒരു 10-35 കിലോമീറ്റർ ദൂരെ ശാസ്താങ്ങോട്ട് പുറം ഒരു സ്ഥലപ്പേരാണ്. ശാസ്താവ് അങ്ങോട്ട് പുറം എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരുന്നു. അപ്പോൾ ശാസ്താവിൻ്റെ ബിംബം നേരം വെളിച്ചായ കാണാൻ പുറത്ത്. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ ആയപ്പോൾ കാര്യക്കാർ ഒരു ദൈവഹിതം നോക്കിയപ്പോഴാണ് പറഞ്ഞത്, ഈ അമ്പലത്തിൻ്റെ ഉടമസ്ഥന്മാരിൽ ഒരാൾ തിരുമാതാംകുന്ന് ഭഗവതിയെ പോയി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കുടപ്പുറത്ത് ഭഗവതി തിരിച്ചെഴുന്നള്ളി ഇവരുടെ ഒപ്പം. അപ്പോൾ ഭഗവതി പറഞ്ഞത്, ഞാൻ ഇവിടെ ഇരിക്കാം, ശാസ്താവ് അങ്ങോട്ടുപുറത്ത് എവിടെ വേണമെങ്കിലും ഇരുന്നോട്ടെ എന്നായി. അങ്ങനെ ശാസ്താവിന് അമ്പലമൊക്കെ കയറ്റി ശാസ്താങ്ങോട്ട് പുറം എന്ന് പേരുമായി ആ സ്ഥലത്തിന്. അപ്പം ഞാൻ ആ സ്ഥലത്തിനെ പറ്റി കഴിഞ്ഞ കൊല്ലം 2023 എനിക്കറിയാം അവിടെ ആരാണ് 28 ദിവസം ഈ കളമെഴുത്ത് പാട്ടിന് വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ചുറ്റുവട്ടങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കുരുവമ്പലം ശിവക്ഷേത്രത്തിൽ ഈ കളമെഴുത്ത് പാട്ട് നടത്തുന്ന ആൾ അവിടെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഈടും കൂറും ചവിട്ടാൻ ഹരീഷൻ കുറുപ്പ് പറഞ്ഞ ആൾ ഒരു മഹാൻ ഉണ്ട്, അദ്ദേഹം. അപ്പോൾ 2 ആൾ വേണത്ര അവിടെ. അപ്പോൾ സാധാരണ ഒരാൾ കളം എഴുതി ബ്രാഹ്മണ പൂജ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പൂജാരിയുടെ പൂജ കഴിഞ്ഞാൽ കുറുപ്പിൻ്റെ പൂജയാണ്.
പിന്നെ കുറുപ്പന്നെ ഒരു പട്ട് ചെറ്റി ചെലങ്കിയും അരമണിയൊന്നും ഉണ്ടാവില്ല. നാന്തകം വാള് വെച്ച് ഒരു 3 പ്രദക്ഷിണമൊക്കെ ചെയ്ത് ദീപാരാധന ഒക്കെ കാണിച്ച് അങ്ങനെ ആണ് കളം വായിക്കണ പരിപാടി. ഇവിടെ അങ്ങനെയല്ല. ഒരു കുറുപ്പ് കെട്ടിച്ചിറ്റി, അതായത് വെളിച്ചപ്പാടായിട്ട് കോമരായിട്ട്, പിന്നെ സാധാരണ വലിയ വാളായിട്ട് തന്നെ നൃത്തം ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, കളം വായിക്കണം. അത് കഴിഞ്ഞാൽ കൊല്ലത്തിൽ ഒരിക്കൽ ഒരു 40-41 ദിവസം വ്രതമൊക്കെ എടുത്തിട്ട് വലിയൊരു കുട, ഒരു 3 ആൾ ഉയരമുള്ളൊരു കുട, അതിന് അവകാശക്കാരുണ്ട്, അമ്പലത്തിലേക്ക് സമർപ്പിക്കും. അപ്പോൾ ആ കുട ശ്രീലകത്തന്നെ സൂക്ഷിക്കുക. അതായത് ശ്രീലകത്ത് ശാസ്താവ് വരുന്ന സ്ഥലത്തൊരു പീഠം സങ്കല്പിച്ച് ഭഗവതിക്ക് അവിടെ ദാരു, അതായത് മരം കൊണ്ടോ അല്ലെങ്കിൽ ശില കൊണ്ടോ പിന്നെ വിഗ്രഹമൊന്നുമില്ല. ഇപ്പം അടുത്ത കാലത്ത് ഒരു മുഖം, തിരുമുഖത്തെ ഗോളയുണ്ട്. അപ്പോൾ ഈ ആചാരപ്രകാരം കളമെഴുത്തുപാട്ട് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ നമ്പീശൻ ഭക്തിയാദരപൂർവം ഈ 3 ആൾ ഉയരമുള്ള കുട എന്താണെന്നാ പറയുക, അതായത് അങ്ങനെ ഭൂമിയിൽ പിടിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാണാം കുട കടന്നിങ്ങനെ പുറയ്ക്കണത്. അപ്പോൾ ആ കുടയോട് കൂടി വാദ്യഘോഷങ്ങൾ ആനയോട് കൂടി 1 കിലോമീറ്റർ ദൂരെ ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്. അവിടെ പോയി ശിവനെ തൊഴുത് വേണം മകളെന്നുള്ള സങ്കല്പത്തിൽ. അപ്പോൾ എൻ്റെ പേരുള്ള ഒരാൾ, രാജഗോപാൽ അനുഗ്രഹ പറഞ്ഞൊരാൾ, ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അദ്ദേഹം എൻ്റെ ഹോസ്റ്റായിട്ട് അവിടെ, ഞാൻ ഗസ്റ്റായിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തി സ്നേഹാദരങ്ങളൊക്കെ അനുഭവിച്ച് വന്നു. ഞാനൊരു പോസ്റ്റ് FBയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആ കുട എങ്ങനെയാണ് എഴുന്നള്ളിക്കണത് എന്നുള്ളത്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫേസ്ബുക്ക് ടൈം ലൈൻ നോക്കിയാൽ കാണാം, അറിയാം. ഈ മിസ്റ്റർ രാജഗോപാലൻ സാറ്, അനുഗ്രഹ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീട്ടും പേര്. അപ്പോൾ രാജഗോപാലൻ അനുഗ്രഹ എന്നാണ് വിളിക്കുക. ഞങ്ങൾ ആരാ സീനിയർ അറിയില്ല, കണ്ടാൽ അദ്ദേഹമാണ്, അതുകൊണ്ട് ഞാൻ ഏട്ടാന്നൊക്കെ വിളിച്ചു. വളരെ സന്തോഷമായിട്ട് അങ്ങനെ. അപ്പോൾ ഇന്ന് ഇത് എപ്പിസോഡ് പറയാൻ സാധിക്കുമോ സാധിക്കില്ലേ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഭഗവതിയെ വിളിച്ച് തട്ടിമുട്ടി ഒരു 27 ശ്ലോകമുള്ള ഒരു എപ്പിസോഡ് പറഞ്ഞു. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവാനും ഇതേപോലെയുള്ള പ്രഭാഷണങ്ങൾ കഴിയണോടത്തോളം വാർദ്ധക്യം പല്ലുകളെ ക്ഷീണിപ്പിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ കഴിച്ച് സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വായന മാത്രം മതി എന്നുണ്ട്. വീട്ടിൽ ഈ എന്താണെന്നാ പറയുക, യൂട്യൂബൊക്കെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് മനുഷ്യയിൽ. അപ്പോൾ ഏവർക്കും നന്മ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.